നമസ്കാരം. ആരോഗ്യമാനന്ദത്തിലേക്ക് സ്വാഗതം. കൂടുതൽ നേരം നിന്നിട്ടാണോ അതോ കിടന്നത് ശരിയല്ലാതായിട്ടോ? അല്ലെങ്കിൽ ഇനി കിഡ്നിക്കെങ്ങാനും വല്ല കുഴപ്പവും ഉണ്ടാകുമോ? ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നീരും തടിപ്പും കാണുമ്പോൾ പലവിധ ആശങ്കകളാണ് മനസ്സിൽ കൂടി മിന്നിമായുന്നത്. മുൻപൊക്കെ പ്രായമായവർക്കായിരുന്നു ഇത്തരം പ്രശ്നങ്ങളെങ്കിൽ ഇപ്പോൾ പ്രായവ്യത്യാസമില്ലാതെ എല്ലാവർക്കുമുണ്ട് ഇതൊക്കെ. പക്ഷേ എല്ലാ നീരും ഭയക്കേണ്ടതാണോ? അല്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. അപ്പോൾ അതെങ്ങനെ തിരിച്ചറിയാം എന്നൊരു സംശയമില്ലേ? ഉത്തരവുമായി പട്ടം SUT ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ് ഡോക്ടർ നയന വിജയ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് ഡോക്ടറിന് പറയാനുള്ളത് കേൾക്കാം. എന്റെ OPയിൽ വരുന്ന പേഷ്യൻസിന്റെ ഒരു മെജോറിറ്റി ആൾക്കാരുടെയും കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ കാലിന് നീരാണ്. ഈ നീരെന്ന് പറയുന്ന ഒരു രോഗലക്ഷണമാണെന്ന് പലർക്കും അറിയാം. പക്ഷെ അത് എന്തുകൊണ്ട് വരുന്നു അതിന് എന്ത് രീതിയിൽ അപ്രോച്ച് ചെയ്യണമെന്നും പലർക്കും ഒരു ഐഡിയ ഇല്ല. അപ്പൊ ഇതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി, ഒരു വ്യക്തത നൽകാനായിട്ടാണ് ഞാൻ സംസാരിക്കാൻ വന്നിരിക്കുന്നത്. അതായത് നീര് വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും വെള്ളം കളക്ട് ആകുന്നതിനെയാണ് നീര് വരിക എന്ന് പറയുന്നത്. ഇത് പല രീതിയിൽ വരാം. കാലുകൾക്ക് വരാം, മുഖത്ത് വരാം, വയറ്റിൽ വരാം, ശരീരം ജനറലൈസ്ഡ് ആയിട്ട് ആകെ മൊത്തം വരാം. അപ്പൊ ഇതിന്റെ കാരണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളം പുറത്തു പോകാതെ ഇരിക്കാൻ അധികമായിട്ട് അത് കളക്ട് ചെയ്യുന്നത്. അത് സാധാരണ കിഡ്നി വഴി, കിഡ്നീസ് ഫെയിൽ ആകുമ്പോൾ കിഡ്നി വഴി പോകാതിരിക്കുകയും ഹാർട്ടിന്റെ പമ്പിങ് കുറയുന്നത്, അതായത് ഹാർട്ട് ഫെയിലിയർ വരുന്ന കണ്ടീഷനിലാണ് ഈ വെള്ളം അധികമായിട്ട് ശരീരത്തിൽ വരുന്നത്. രണ്ടാമതായിട്ട് ശരീരത്തിൽ പ്രോട്ടീൻ കുറയുന്ന സിറ്റുവേഷൻ. പ്രോട്ടീനുകൾ എന്ന് പറഞ്ഞാൽ വെള്ളത്തെ രക്തക്കുഴലിലേക്ക് വലിച്ചു കൊണ്ടുവരുന്ന മെറ്റീരിയൽസ് ആണ്. പ്രോട്ടീൻ കുറയുമ്പോൾ ഈ വെള്ളമെല്ലാം ശരീരത്തിൽ പല ഭാഗങ്ങളിലായിട്ട് അക്യൂമുലേറ്റ് ചെയ്യും. പ്രോട്ടീൻ ഉൽപാദനം കരളാണ് ചെയ്യേണ്ടത്. പ്രോട്ടീന്റെ പ്രൊഡക്ഷൻ കുറയുന്നത്, അതായത് ലിവർ ഡിസീസസിൽ നീര് വരാം. മൂന്നാമതായി മൂത്രത്തിലൂടെ പ്രോട്ടീൻ അധികമായിട്ട് പോകുന്ന നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയുന്ന കണ്ടീഷനിലും നീര് വരും. ഇനി അടുത്ത റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്നത് വെയിൻസ് ഉണ്ട്, ലിംഫുകളുണ്ട്, ലിംഫാറ്റിക്സ് ഉണ്ട്. ഇതിനെന്തെങ്കിലും തടസ്സമോ ബ്ലോക്കോ വന്നാൽ അതുമൂലവും നീര് വരാം. പിന്നെ ഇൻഫെക്ഷൻ പോലുള്ള അവസ്ഥയിൽ നമ്മുടെ രക്തക്കൊഴലുകൾ ലീക്ക് ആവും. അപ്പൊ അതിലൂടെ ലീക്ക് ചെയ്തും നീര് വരും. ഇതിലേത് ആണെങ്കിലും സിസ്റ്റമിക് ആയിട്ടുള്ള നമ്മുടെ ഹാർട്ട്, ലിവർ, കിഡ്നി ഇതിന്റെ ഫെയിലിയർ മൂലമുള്ള നീരാണ് കൂടുതൽ അപകടകരമായിട്ടുള്ളത്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാവുന്നതാണ്. ഇത് നമ്മൾ നീരിന്റെ പല പ്രത്യേകത വെച്ച് നമുക്ക് ഒരു ഐഡിയ കിട്ടും. അതായത് സാധാരണഗതിയിൽ നമ്മൾ നീര് ഐഡന്റിഫൈ ചെയ്യുന്നത്, നമ്മൾ നീരുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ കാൽപാദത്തിലെ നീരാണെങ്കിൽ നമ്മളുടെ വിരൽ വെച്ചിട്ട് ഒരു 5 സെക്കൻഡ് അമർത്തി വെക്കുക. അമർത്തി വെച്ചിട്ട് വിരൽ മാറ്റുമ്പോഴും ആ കുഴി അങ്ങനെ തന്നെ ഒരു 5 സെക്കൻഡിൽ കൂടുതൽ നിൽക്കും. അതിനെയാണ് പിറ്റിംഗ് എഡീമ എന്ന് പറയുന്നത്. ഈ പിറ്റിംഗ് എഡീമ വരുന്നത് വെള്ളം അക്യുമുലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ ഇതോടൊപ്പം തന്നെ കിതപ്പ്, ശ്വാസം മുട്ടല് പോലെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അത് നെഞ്ചിലും നീരടിയുന്നതിന്റെ ഒരു ലക്ഷണമാണ്. ഇത് സാധാരണഗതിയിൽ ഹാർട്ട് ഫെയിലിയർ അല്ലെങ്കിൽ മൂത്രം പോവാത്ത കിഡ്നി ഫെയിലിയറിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇനി അതേസമയം പ്രോട്ടീൻ കുറയുന്നതുകൊണ്ടുള്ള നീരാണെങ്കിൽ കൂടുതലും നമ്മുടെ ശരീരത്തിൽ ലൂസായിട്ടുള്ള ഏരിയ, അതായത് കണ്ണിന് ചുറ്റും, വയറ്റില്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും കൂടുതൽ നീര് കണ്ടുവരുന്നത്. ഇതിന് കൂടെ കാലിലും വരാം. പിന്നെ ജനറലൈസ്ഡ് ആയിട്ടും വരാം. അത് എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻപേ ഇട്ടിരുന്ന വാച്ച്, വള അതൊക്കെ ടൈറ്റ് ആകുക, സാധാരണ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ ഇപ്പൊ ഫിറ്റ് ആകാതെ വരിക, അല്ലെങ്കിൽ ചെരുപ്പ്, രാവിലെ ചെരുപ്പ് കയറും, വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ആ ചെരുപ്പ് ടൈറ്റ് ആകുക, ഇങ്ങനത്തെ കണ്ടീഷനിലാണ്. ഇതോടൊപ്പം തന്നെ നെഫ്രോട്ടിക് സിൻഡ്രോം മൂലമാണെങ്കിൽ മൂത്രം പതഞ്ഞു പോകുന്നതായിട്ടും പല പേഷ്യൻസിനും നോട്ടീസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കരൾ രോഗം കൊണ്ടാണെങ്കിൽ മഞ്ഞപ്പിത്തം പോലെ മറ്റ് കരൾ റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാണും. പിന്നെ രക്തക്കുഴലിന്റെ ബ്ലോക്ക് കൊണ്ടാണെങ്കിൽ സാധാരണ ആ ഒരു കാലിലോ അല്ലെങ്കിൽ ആ ഒരു കൈയിലോ മാത്രമായിട്ട് പരിമിതമായിട്ടുള്ള നീരായിരിക്കും. അപ്പൊ ഇങ്ങനെ നമുക്കൊരു റഫ് ഐഡിയ കിട്ടുമെങ്കിലും ഇതിനെ നമ്മൾ തുടർന്ന് എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു ഡോക്ടറിനെ അപ്രോച്ച് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നീരുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ കണ്ടിട്ട് ഈ പറയുന്ന ഹാർട്ടിന്റേതും കിഡ്നിയുടേതും ലിവറിന്റെയും ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക, മൂത്രം പരിശോധിക്കുക എന്ന് വെക്കുക. ഇത് ഏതാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, നീരുള്ള സ്റ്റേജിൽ തന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഇത് മുന്നോട്ട് പോകാതെ, പ്രോഗ്രസ് ചെയ്യാതെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും. മാത്രമല്ല, ഇതിന് ഹാർട്ടിന്റെ പമ്പിങ് കൊണ്ടാണെങ്കിൽ പമ്പിങ് കൂട്ടാനുള്ള മരുന്നുകൾ, മൂത്രത്തിൽ പ്രോട്ടീൻ പോകുന്നതിനാണെങ്കിൽ പ്രോട്ടീൻ പോകുന്നത് തടുക്കുന്നതിനുള്ള മരുന്നുകൾ, വെള്ളം അധികമായിട്ടുണ്ടെങ്കിൽ അത് മൂത്രത്തിൽ കൂടെ പോകുന്ന ഡയൂററ്റിക്സ് പോകുന്ന പോലുള്ള മരുന്നുകൾ, ഇതെല്ലാം നമുക്കിപ്പോൾ ആധുനിക ചികിത്സാ രീതിയിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ കുറച്ചുകൂടെ ഒന്ന് വ്യക്തത വരുത്താൻ പറ്റിയെന്ന് വിചാരിക്കുന്നു.
നന്ദി. വൃക്കാരോഗികളുടെ എണ്ണം നമ്മുടെ നാടിൽ കൂടിക്കൂടി വരികയാണ്. ഒരു രോഗമില്ലാത്ത ഒരു മനുഷ്യനുമില്ല എന്ന തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. രോഗം സ്ഥിരീകരിച്ചാൽ ഉടനെ കേട്ടതും അറിഞ്ഞതും വെച്ച് ആഹാര നിയന്ത്രണം സ്വയം കൊണ്ടുവരും എല്ലാവരും. പക്ഷേ ചില നിയന്ത്രണങ്ങൾക്കപ്പുറം ആഹാരം കുറയ്ക്കുന്നത് രോഗത്തിനോട് പൊരുതാനുള്ള ആരോഗ്യം കൂടി ഇല്ലാതാക്കില്ലേ? ആകുമെന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ ആഹാരം എന്തൊക്കെ എങ്ങനെയൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞു തരുന്നത് പട്ടം SUT ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ് ഡോക്ടർ നയന വിജയാണ്. ഡോക്ടർ നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട്. നമുക്ക് ഡോക്ടറിന് പറയാനുള്ളത് കേൾക്കാം. രോഗം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു അസുഖമാണ്. അപ്പൊ അതിന്റെ ചികിത്സയിൽ മരുന്ന് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് പോഷക സമ്പുഷ്ടമായുള്ള ആഹാരം കിട്ടുക. പ്രത്യേകിച്ച് എന്തുകൊണ്ടെന്നാൽ വൃക്കരോഗികൾ ബോഡി ഡിഫൻസ് കുറവായിരിക്കും, പ്രതിരോധ ശേഷി കുറവായിരിക്കും. രണ്ടാമത് വൃക്കകൾക്ക് രക്ത ഉൽപാദനത്തിലൊക്കെ റോളുണ്ട്. അപ്പൊ അവർക്ക് ഓൾറെഡി ഹീമോഗ്ലോബിൻ കുറയാനും ഒക്കെയുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതിന്റെ കൂടെ പോഷകങ്ങളും കൂടെ കിട്ടിയില്ലെങ്കിൽ ഈ പറയുന്ന പ്രോബ്ലംസ് എല്ലാം കൂടും. അപ്പൊ അതുകൊണ്ട് പക്ഷെ മിക്കവാറും ഉള്ള പേഷ്യൻസ് നമ്മളുടെ അടുത്ത് വരുമ്പോഴും അവര് പല പല സ്ഥലത്തു നിന്നും കുറെ തെറ്റായ ഇൻഫർമേഷൻ കിട്ടി ഭക്ഷണം വളരെയധികം നിയന്ത്രിച്ച് വളരെ മെലിഞ്ഞ് ശോഷിച്ചുള്ള ഒരു അവസ്ഥയിലാണ് നമ്മുടെ അടുത്ത് എത്തുന്നത്. പക്ഷെ എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്, ആരോഗ്യത്തിന് വേണ്ടി ഭക്ഷണ ക്രമീകരണം എന്ന് പറഞ്ഞാൽ ഭക്ഷണ നിയന്ത്രണത്തിന് ഈക്വൽ അല്ല. അപ്പം ഇതിനെപ്പറ്റി ഒരു ഓവറോൾ ഐഡിയ തരാനും തെറ്റിദ്ധാരണകൾ മാറ്റാനുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് പറയണം, ഇതൊരിക്കലും എല്ലാവർക്കും ഒരേപോലെ ആപ്ലിക്കബിൾ അല്ല. ഓരോരോ പേഷ്യന്റിനും വ്യത്യാസം വരും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ നെഫ്രോളജിസ്റ്റുമായി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ഇനി പറഞ്ഞു വരികയാണെങ്കിൽ മെയിൻ ആയിട്ട് വെള്ളം, ഉപ്പ്, പൊട്ടാഷ്യം, ഇത് മൂന്നുമാണ് ഏറ്റവും പ്രധാനമായിട്ട് ക്രമീകരിക്കേണ്ടത്. ഇതിനെപ്പറ്റി ഒരുവിധം എല്ലാവരും ഇപ്പൊ കേട്ടിട്ടുണ്ടാവും. എന്നാലും ആദ്യം അത് തന്നെ തുടങ്ങാം. വെള്ളം സാധാരണഗതിയിൽ ഏർലി സ്റ്റേജിൽ മൂത്രം പോകുന്ന ഒരു പേഷ്യന്റ് നമ്മൾ വെള്ളം റെസ്ട്രിക്ഷൻ പറയാറില്ല. വെള്ളം ആവശ്യത്തിന് എടുക്കാം. മൂത്രം പോകാത്തവർക്ക്, അധികം നീരുള്ളവർക്ക്, പ്രത്യേകിച്ച് ഹാർട്ടിനും കൂടെ പ്രശ്നമുള്ളവർക്കാണ് നമ്മൾ കുറയ്ക്കാൻ പറയുന്നത്. ബാക്കിയുള്ളവർക്ക് മൂത്രം പോകുന്ന ക്രമത്തിന് വെള്ളം എടുക്കാവുന്നതാണ്. രണ്ടാമത്തത് ഉപ്പ്. ഉപ്പ് ഏതൊരു സാധാരണക്കാരനെയും പോലെ തന്നെ ക്രമീകരിച്ചാൽ, നമ്മൾ സാധാരണ പറയുന്ന അളവ് എന്ന് പറഞ്ഞാൽ 1 ടീസ്പൂൺ, അഗ്രം തട്ടിക്കളഞ്ഞ 1 ടീസ്പൂൺ, 4 മുതൽ 5 ഗ്രാം വരെ ഉപ്പാണ് പറയുന്നത്. ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കാനും ശരീരത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് തടയാനും സഹായിക്കും. മൂന്നാമത് പൊട്ടാഷ്യം. പൊട്ടാഷ്യം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം ശരീരത്തിൽ പൊട്ടാഷ്യം കൂടുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു കിഡ്നി ഉള്ള ഒരാൾക്ക് ഒരിക്കലും കൂടില്ല. അത് എത്ര നമ്മൾ കഴിച്ചാലും മൂത്രത്തിൽ കൂടെ പോകും. പക്ഷെ കിഡ്നി അസുഖമുള്ളവർക്ക് പൊട്ടാഷ്യം കൂടിക്കഴിഞ്ഞാൽ അതുവഴി പോകാതെ കൂടിക്കഴിഞ്ഞാൽ അത് ഹാർട്ടിന് പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് പൊട്ടാഷ്യം അടങ്ങുന്ന ആഹാരം മെയിനായിട്ട് ഫ്രൂട്ട്സിലാണുള്ളത്, അത് അവോയ്ഡ് ചെയ്യുക. നമ്മൾ എന്തെങ്കിലും ഒന്ന് പേഷ്യൻസിനോട് അവോയ്ഡ് ചെയ്യാൻ പറയുന്നത് ഉണ്ടെങ്കിൽ അത് പൊട്ടാഷ്യം അടങ്ങിയിട്ടുള്ള ആഹാരം മാത്രമാണ്. പൊട്ടാഷ്യം കുറവുള്ള ഫ്രൂട്ട്സ് ഉണ്ട്, ആപ്പിൾ, പപ്പായ, പൈനാപ്പിൾ, പേരയ്ക്ക, ഇതിലെല്ലാം കുറവാണ്. ഇതെല്ലാം എടുക്കും. അതുപോലെ തന്നെ പച്ചക്കറികളിലുള്ള പൊട്ടാഷ്യം നമുക്ക് നീക്കം ചെയ്യാനായിട്ട് പച്ചക്കറികൾ വെള്ളത്തിൽ മുക്കി വെച്ച് 2 മണിക്കൂർ നേരം മുക്കി വെച്ച് അതിനുശേഷം കട്ട് ചെയ്തതിനു ശേഷം വെള്ളത്തിൽ മുക്കി വെച്ച് ആ വെള്ളം ഊറ്റി കളഞ്ഞാൽ അതിലൂടെ തന്നെ പൊട്ടാഷ്യം, ഇതിനെ ലീച്ചിങ് എന്നാണ് പറയുന്നത്. ലീച്ച് ചെയ്ത പച്ചക്കറികൾ കഴിച്ചു കഴിഞ്ഞാൽ പച്ചക്കറികളിലെ പോഷകങ്ങൾ കിട്ടുകയും ചെയ്യും, എന്നാൽ പൊട്ടാഷ്യം കുറവുമായിരിക്കും. ഇത് മൂന്നുമാണ് മെയിൻ ആയിട്ടുള്ള റെഗുലേഷൻസ് പറഞ്ഞത്. പിന്നെ പ്രധാനമായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ വരുന്നത് ക്രിയാറ്റിൻ പ്രോട്ടീനിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് പ്രോട്ടീൻ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ആഹാരം പ്രോട്ടീൻ വളരെ കുറച്ചിട്ടാണ് പേഷ്യൻസ് വരുന്നത്. പക്ഷെ പ്രോട്ടീൻ നമുക്ക് ശരീരത്തിന്, എല്ലുകൾക്കും തൊലിക്കും രോഗപ്രതിരോധ ശേഷിക്കും എല്ലാം അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ്. അത് കൃത്യമായ അളവിൽ, അതായത് 0.8 to 1 ഗ്രാം പെർ കിലോഗ്രാം, അതായത് ഒരു 50 കിലോ ഉള്ള ഒരു മനുഷ്യനാണെങ്കിൽ ഒരു 50 ഗ്രാം അടുപ്പിച്ച് പ്രോട്ടീൻ കിട്ടണമെന്നാണ് ഗൈഡ് ലൈൻസ്. അപ്പൊ പ്രോട്ടീൻ ഉള്ള ആഹാരം, അതായത് മുട്ടയുടെ വെള്ള, പാല്, മീൻ, ചിക്കൻ പോലുള്ള ആഹാരം നമ്മൾ ആവശ്യത്തിന് കഴിക്കണം. അല്ലാതെ റെസ്ട്രിക്ട് ചെയ്യുകയല്ല വേണ്ടത്. അല്ലാതെ റെസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശോഷിച്ചു പോകുള്ളൂ. പിന്നെ യൂറിക് ആസിഡ്, ഫോസ്ഫറസ് ഇവ അടങ്ങുന്ന ആഹാരം കുറച്ച് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. യൂറിക് ആസിഡ് അടങ്ങുന്നത് റെഡ് മീറ്റിലാണ്, അതായത് ബീഫ്, മട്ടൻ പോലുള്ള റെഡ് മീറ്റില്. പിന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ക്യാബേജ്, മുരിങ്ങയില, ചീര പോലുള്ളത്, അതെല്ലാം കുറച്ച് കുറച്ചാൽ നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഫോസ്ഫറസ് അധികമായിട്ട് അടങ്ങുന്നത് ഈ പ്രോസസ്ഡ് ഫുഡ്സ്, സ്റ്റോർ ചെയ്യുന്നത് അല്ലെങ്കിൽ ജ്യൂസ് ഐറ്റംസ്, അങ്ങനത്തെ സാധനങ്ങളിലാണ് ഫോസ്ഫറസ്. അതും കുറച്ച് കുറയ്ക്കുന്നത്. ഇതൊന്നും അവോയ്ഡ് ചെയ്യണ്ട, തീർത്തും നിർത്തേണ്ടത് പൊട്ടാഷ്യം കൂടിയിട്ടുള്ള ഐറ്റംസ് മാത്രമാണ്. ഇത്രയുമാണ് സാധാരണഗതിയിൽ ഉള്ള നിയന്ത്രണം നമ്മൾ പറയുന്നത്.
കാലറീസ്, അതായത് നമ്മുടെ ബോഡിയിലെ ഷുഗേഴ്സ് സാധാരണ അളവിൽ തന്നെ എടുക്കണം. ഷുഗേഴ്സ് കുറയ്ക്കുന്നത് നമുക്ക് ക്ഷീണം ഉണ്ടാക്കുകയുള്ളൂ. അതുപോലെ കൊഴുപ്പുള്ള ആഹാരങ്ങൾ, അത് ഏതൊരു നോർമൽ ആളെയും പോലെ കൊഴുപ്പുള്ള ആഹാരങ്ങൾ കുറച്ചു കഴിഞ്ഞാൽ അതും നല്ലതാണ്. ഒരുവിധം ഐഡിയ ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. നന്ദി. ഡോക്ടേഴ്സിന്റെ കയ്യിൽ കൂടിയാണ് ദൈവം ഭൂമിയിൽ അത്ഭുതങ്ങൾ കാണിക്കുന്നത്. അങ്ങനെയുള്ള ഡോക്ടേഴ്സിനെ ആദരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും തന്നെയല്ലേ? ജൂലൈ 1 ഡോക്ടർമാരുടെ ദിനമായിരുന്നു. നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഡോക്ടേഴ്സിനെ ആദരിക്കേണ്ടതിന്റെ ആവശ്യകതയും അവരുടെ പരിശ്രമങ്ങളുടെ ആഴവുമൊക്കെ നമ്മളോട് പറയുന്നത് കേണൽ രാജീവ് മണ്ണാലി. നമുക്ക് അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കാം. ഇന്ന് ഡോക്ടേഴ്സ് ഡേ. വർഷത്തിൽ 365 ദിവസവും ആതുര സേവനത്തിൽ മുഴുകി കഴിയുന്ന ഡോക്ടർമാർക്കായിട്ട് ഒരു ദിവസം നമ്മുടെ രാജ്യത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. അത് ജൂലൈ 1. ഈ ദിനം ആചരിക്കാനൊരു കാരണം, അത് ഡോക്ടർ PC റോയ് എന്ന് പറഞ്ഞ പ്രഗത്ഭനായ ഡോക്ടറും രാജ്യതന്ത്രജ്ഞനൊക്കെ ആയിരുന്ന വ്യക്തിയുടെ ജന്മദിനമാണ് ജൂലൈ 1. ആ ദിനം തന്നെയാണ് ഡോക്ടേഴ്സ് ഡേ ആയിട്ട് നമ്മുടെ രാഷ്ട്രത്തിൽ ആചരിക്കുന്നത്. എന്താണ് ഡോക്ടേഴ്സ് ഡേയുടെ പ്രസക്തി? ഈ ദിവസത്തിലെങ്കിലും എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ദിവസങ്ങൾ വേണ്ട എന്നല്ല അർത്ഥമാവേണ്ടത്. ഡോക്ടർമാരെ, അവർ ചെയ്യുന്ന സേവനങ്ങളെ നമ്മൾ അംഗീകരിച്ചേ മതിയാവും. ഇന്നത്തെ കാലത്ത് എന്തിനും ഏതിനും ഡോക്ടർമാരെ പഴി പറയുന്ന ഒരു രീതി നമ്മുടെ സമൂഹം അവലംബിച്ചിട്ടുണ്ട്. അത് ശരിയല്ല എന്ന് മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഡോക്ടർമാർ ചെയ്യുന്ന സേവനങ്ങളെ പ്രകീർത്തിക്കാനും അതിന്റെ വാല്യൂ മനസ്സിലാക്കി ഡോക്ടർമാരെ ആദരിക്കാനും വേണ്ടി ഉതകുന്ന ഒരു ദിവസം, ഒരു ആചരണമാണ് ഈ ദിവസത്തിൽ നടക്കുന്നത്. മിക്ക സ്ഥലങ്ങളിലും, മിക്ക ആശുപത്രികളിലും ഡോക്ടേഴ്സ് ഡേ വളരെ ഗംഭീരമായിട്ട് ആഘോഷിച്ചു കാണുന്നുണ്ട്. SUTയിലും സ്ഥിതി വേറൊന്നുമല്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യം, ഇവിടെ ഉള്ള സാഹചര്യം, അതായത് നമ്മുടെ ഇടയിൽ വളരെ ജനപ്രിയനായ ഒരു നേതാവ് ഇവിടെ ചികിത്സയിലുണ്ട്. അദ്ദേഹത്തിന്റെ ചികിത്സയിൽ മുഴുകി കഴിയുന്ന നമ്മൾ ഈ ദിവസം ഡോക്ടേഴ്സ് ഡേ 5-ാം തീയതി ആചരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് ഒരു ചെറിയ ആഘോഷമാക്കാനും നമ്മുടെ പരിപാടിയുണ്ട്. ഈ ഡോക്ടേഴ്സ് ദിനത്തിൽ SUTയിലെ എല്ലാ ഡോക്ടർമാർക്കും, അതുപോലെ തന്നെ ബാക്കി ഉള്ള ഇതര ഹോസ്പിറ്റലുകളിലെ ഡോക്ടർമാരും എല്ലാവർക്കും ഞാൻ എൻ്റെതായ എൻ്റെ ഭാഷയുടെ ഒരു ബിഗ് സല്യൂട്ട്. നിങ്ങളെ ഞങ്ങൾ ആദരിക്കുന്നു. നിങ്ങളുടെ സേവനങ്ങളെ ഞങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുന്നു. നന്ദി, നമസ്കാരം. സ്ത്രീകളിൽ വർദ്ധിച്ചു വരികയാണ് ക്യാൻസർ സംബന്ധമായ പ്രശ്നം. ഒരു പ്രായം കഴിഞ്ഞാൽ സ്വന്തം ആരോഗ്യകാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന് പറയുമ്പോഴും അക്കാര്യത്തിൽ കൂടുതൽ വിമുഖത കാണിക്കുന്നവർ സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും അവസാന ഘട്ടത്തിൽ മാത്രം പലരും രോഗം തിരിച്ചറിയുന്നത്. ഇപ്പോൾ ഗർഭാശയ ക്യാൻസർ രോഗികളുടെ എണ്ണം വളരെ കൂടുതലാണ്. അത്തരം സാഹചര്യങ്ങളിൽ മുന്നേ തന്നെ രോഗം തിരിച്ചറിയാൻ സഹായിക്കുന്ന നൂതന സംവിധാനങ്ങൾ ഇന്നുണ്ട്. അത്തരം സംവിധാനങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മളോട് പട്ടം SUT ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അഞ്ജന പറയുന്നത്. നമുക്ക് ഡോക്ടറിന് പറയാനുള്ളത് കേൾക്കാം. നമുക്ക് എന്താണ് എൻഡോമെട്രിയൽ ബയോപ്സി എന്ന് നോക്കാം. അതെന്തിനാണ് എൻഡോമെട്രിയൽ ബയോപ്സി ചെയ്യുന്നത്, എങ്ങനെ ചെയ്യുന്നു, അതിന്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നിവ നമുക്കിവിടെ നോക്കാം. നമ്മുടെ ഗർഭപാത്രത്തിലെ അകത്തെ ലൈനിങ് ആണ് എൻഡോമെട്രിയം. അതിൽ നിന്ന് കോശങ്ങൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നതാണ് എൻഡോമെട്രിയൽ ബയോപ്സി. ഇത് നമുക്ക് എൻഡോമെട്രിയൽ ക്യാൻസറോ അതിന് മുന്നോടിയായിട്ടുള്ള എന്തെങ്കിലും സ്റ്റേജോ ഉണ്ടോ എന്ന് അറിയാനാണ് നമ്മൾ എൻഡോമെട്രിയൽ ബയോപ്സി ചെയ്യുന്നത്. കൂടുതലായും പീരീഡ്സ് കഴിഞ്ഞ സ്ത്രീകളിലാണ് എൻഡോമെട്രിയൽ ക്യാൻസർ കാണുന്നത്. അവരിൽ ബ്ലീഡിംഗ് ആയിട്ടാണ് ഇതിൻ്റെ സിംറ്റംസ് കാണിക്കുന്നത്. അപ്പം പീരീഡ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ ബ്ലീഡിംഗ് വന്നാൽ തീർച്ചയായും എൻഡോമെട്രിയൽ ബയോപ്സി ചെയ്യേണ്ടതാണ്. അത് ചെയ്യുന്നത് മൂലം എൻഡോമെട്രിയൽ ക്യാൻസറോ അതിന് മുന്നോടിയായിട്ടുള്ള സ്റ്റേജോ ഉണ്ടെന്ന് നമുക്ക് നോക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ചില സ്ത്രീകളിൽ ബ്ലീഡിംഗ് കാണുമ്പോൾ
ഡയറക്റ്റ് ആയിട്ട് യൂട്രസ് റിമൂവൽ സർജറി ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. പക്ഷെ അതിൻ്റെ പ്രശ്നങ്ങൾ എന്തെന്ന് വെച്ചാൽ നമ്മൾ എൻഡോമെട്രിയൽ ക്യാൻസറിന് വേണ്ടി ചെയ്യുന്ന ഓപ്പറേഷനും സാധാരണ ഗർഭപാത്രം എടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഓപ്പറേഷനും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് അസുഖം ക്യാൻസർ ഉണ്ടെങ്കിൽ അത് സ്പ്രെഡാകാൻ സാധ്യതയുള്ള കഴലകൾ, വയറിലെ പാട എന്നിവ നീക്കം ചെയ്യുന്ന ഓപ്പറേഷനും കൂടി വേണ്ടി വരാം. നമ്മൾ നേരെ പോയി യൂട്രസ് റിമൂവൽ സർജറി ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ തീർച്ചയായും നമ്മുടെ പീരിയഡ്സ് കഴിഞ്ഞ സ്ത്രീകൾ തീർച്ചയായും പീരിയഡ്സ് കഴിഞ്ഞിട്ട് ബ്ലീഡിംഗ് ഉണ്ടാവുകയാണെങ്കിൽ എൻഡോമെട്രിയൽ ബയോപ്സി ചെയ്യേണ്ടതാണ്. പീരിയഡ്സ് കഴിഞ്ഞ സ്ത്രീകൾ മാത്രമല്ല, 45 വയസ്സിന് മേളിലുള്ള സ്ത്രീകളിൽ ബ്ലീഡിംഗ് പ്രശ്നങ്ങൾ, അതായത് അമിതമായ രക്തസ്രാവം, പീരിയഡ്സിനിടയ്ക്കുള്ള ബ്ലീഡിംഗ് എന്നിവ കണ്ടാലും, പിന്നെ വണ്ണം കൂടുതലുള്ള സ്ത്രീകൾ, PCOD തുടങ്ങിയ പ്രശ്നങ്ങളുള്ള സ്ത്രീകളും എന്തെങ്കിലും പുതുതായുള്ള ബ്ലീഡിംഗ് പ്രശ്നങ്ങൾ കാണുകയാണെങ്കിലും അത് എൻഡോമെട്രിയൽ ക്യാൻസർ കാരണമാകാം. അതുകൊണ്ട് തന്നെ അവർ തീർച്ചയായും എൻഡോമെട്രിയൽ ബയോപ്സിയും കൂടെ ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്താണ് ഈ പ്രൊസീജിയർ? അതിന് ബുദ്ധിമുട്ടുള്ളൊരു പ്രൊസീജിയർ ആണോ എന്നുള്ളതാണ് പിന്നെ നമ്മുടെ ഒരു കൺസേൺ. ഇത് വളരെ സിമ്പിൾ പ്രൊസീജിയറായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. OPയിൽ സാധാരണ നമ്മൾ ഗൈനക്കോളജിസ്റ്റ് പരിശോധിക്കുന്ന സമയത്ത് ഒരു ചെറിയ ഒരു ട്യൂബ് യൂട്രസിനകത്തോട്ട് കടത്തി ആണ് ബയോപ്സി എടുക്കുന്നത്. അത് വളരെ സിമ്പിളായിട്ടുള്ള പിപ്പൽ ബയോപ്സി എന്ന് പറയും. സിമ്പിളായിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. അധികം വേദനയോ ബുദ്ധിമുട്ടോ ഒന്നും ആ സമയത്ത് ഉണ്ടാകുന്നതല്ല. അതുകൊണ്ട് തന്നെ അനസ്തേഷ്യയുടെ ആവശ്യവും അവിടെ ഉണ്ടാകുന്നില്ല. അത് പിറ്റേന്ന് തന്നെ നമുക്ക് നമ്മുടെ ഓഫീസിലും മറ്റും പോകാവുന്നതാണ്. ചില സ്ത്രീകളിൽ മാത്രം പക്ഷെ ഗർഭപാത്രത്തിൻ്റെ സെർവിക്സ് അടഞ്ഞിരിക്കുന്നത് മൂലം നമുക്ക് പിപ്പൽ ബയോപ്സി ചെയ്യാൻ സാധിക്കണമെന്നില്ല. അവർക്കും പിന്നെ ചിലപ്പോൾ നമുക്ക് അനസ്തേഷ്യ തന്ന് DNC ആയിട്ടോ അല്ലെങ്കിൽ ഹിസ്റ്റോസ്കോപ്പി ചെയ്ത് അതിനുശേഷമുള്ള ബയോപ്സി ആയിട്ടോ ചെയ്യേണ്ടി വരാവുന്നതാണ്. ഇതുമൂലം നമ്മുടെ ചെറിയ പിപ്പൽ ബയോപ്സി ചെയ്യുന്ന സമയത്ത് അതിന് ശേഷവും മേജറായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നും ഞാൻ പറഞ്ഞ പോലെ കാണാറില്ല. ചിലപ്പോൾ 2-3 ദിവസത്തേക്ക് ചെറിയ അടിവയറ്റിലെ വേദനയോ ചെറിയ ബ്ലീഡിങ്ങോ കാണാവുന്നതാണ്. അത് നമ്മുടെ സാധാരണ ജീവിതത്തെ ബാധിക്കാറില്ല. നമ്മൾ ഈ എടുക്കുന്ന ബയോപ്സിയുടെ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അതിൽ എന്തെങ്കിലും പ്രശ്നം കാണുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഗൈനക്കോൺകോളജിസ്റ്റ് നിങ്ങൾക്ക് സർജറിയും മറ്റ് ട്രീറ്റ്മെൻറ്റും നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്യുന്നതാണ്. ഇന്നത്തെ ആരോഗ്യ സംബന്ധമായ പുതിയ അറിവുകളൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഉപയോഗപ്പെട്ടു എന്ന് കരുതുന്നു. ആരോഗ്യ സംരക്ഷണത്തിന് ഉതകുന്ന ഇത്തരം പുതിയ അറിവുകളുമായി വീണ്ടും കാണാം.